തിരുവഞ്ചൂരും വി.ഡി. സതീശനും അടങ്ങുന്ന സംഘം എൻ.എം. വിജയന്റെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ട് ബാധ്യതകൾ തീർക്കുമെന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റാകുമോ? പ്രവർത്തകരോട് ഒട്ടുമേ നന്ദിയില്ലാത്ത പാർട്ടിയാണോ കോൺഗ്രസ്? സുബീഷ, ഒരു DCC ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹം ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വയ്ക്കുന്നു. പക്ഷേ പാർട്ടിയോട് അതിയായ സ്നേഹമുള്ള ആ മനുഷ്യൻ 10 ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ കത്ത് പുറത്തുവിടാവൂ. അതായത് അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇത് നേതാക്കൾക്ക് താൻ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നേതാക്കളെ കാണിക്കണം. ആ നേതാക്കൾ അതിൽ നടപടി എടുത്തില്ല എങ്കിൽ മാത്രമേ ഈ കത്ത് മാധ്യമങ്ങൾക്കോ പോലീസിനോ കൊടുക്കാവൂ എന്ന് 50 വർഷത്തോളം കോൺഗ്രസിന് വേണ്ടി വയനാട്ടിൽ പ്രവർത്തിച്ച എൻ.എം. വിജയൻ എന്ന വയനാട്ടിലെ DCC ട്രഷറർ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. അദ്ദേഹം മാത്രമല്ല വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ മാനസികമായി അസ്വാസ്ഥ്യമുള്ള മകനും വിഷം കഴിച്ച് ഇതോടൊപ്പം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ലക്ഷങ്ങളുടെ ബാധ്യതയാണ്. ഏകദേശം 65 ലക്ഷത്തോളം രൂപ വയനാട് അർബൻ ബാങ്കിൽ കടമുണ്ട്. അല്ലാതെ കുടുംബം അറിയാത്ത ഒരുപാട് കടം ഉണ്ട്. പക്ഷേ ഇതെല്ലാം എന്തിനാണ് ഈ കടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാർട്ടിക്ക് വേണ്ടിയാണ് ഈ കടങ്ങളെല്ലാം ഉണ്ടായത് എന്ന് എൻ.എം. വിജയൻ പറയുന്നുണ്ട്. ഒപ്പം ബത്തേരി MLA ആയിട്ടുള്ള IC ബാലകൃഷ്ണൻ്റെ പേരും, ഒപ്പം അവിടുത്തെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള ND അപ്പച്ചൻ്റെ പേരും, KK ഗോപിനാഥൻ, അദ്ദേഹത്തിൻ്റെ പേരില്ലാന്ന് തോന്നുന്നു. അദ്ദേഹത്തെയാണ് സുധാകരൻ അറിയിച്ചിരുന്നത്. അങ്ങനെ IC ബാലകൃഷ്ണൻ ബത്തേരി MLA പേരും DCC പ്രസിഡന്റിൻ്റെ പേരും ND അപ്പച്ചൻ്റെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. അത് കഴിഞ്ഞ് ഇത്രയും ദിവസമാകുന്നു. ഇപ്പോഴാണ് ആ കുടുംബത്തെ സന്ദർശിച്ച് ഒരു ആശ്വാസ വാക്ക് പറയാൻ KPCC നേതാക്കൾക്ക് സമയം കിട്ടിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നന്ദിയില്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്ന് നോക്കൂ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പല കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ പറയുക, ഇതുപോലുള്ള പ്രാദേശിക പ്രവർത്തകർ, ഈ ഒരു DCCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവർ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യും. പെട്ടെന്ന് ആളെ കൂട്ടും, അതിനുവേണ്ടി പൈസ എവിടെന്നെങ്കിലും കടമെടുക്കും. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ഈ വിജയനെ പോലുള്ള ആൾക്കാരെന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കടബാധ്യത കാരണം ആത്മഹത്യ ചെയ്തു. ഇതിൻ്റെ ഒപ്പം വളരെ സീരിയസ് ആയിട്ട് ഈ എൻ.എം. വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയ ഒരു സാമ്പത്തിക ക്രമക്കേട് കൂടി അതിലുണ്ട്. അതായത് അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് എൻ.എം. വിജയനെ ഇടനിലക്കാരനാക്കി IC ബാലകൃഷ്ണനും ND അപ്പച്ചനെയും പോലുള്ള അവിടുത്തെ നേതാക്കൾ കുറച്ചു പേരിൽ നിന്ന് പണം പിരിച്ച് അവിടെ നിയമനം കൊടുക്കാം എന്ന് പറയുന്നു. പക്ഷേ നിയമനം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നതോടുകൂടി പലരും പൈസ തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ ഈ നേതാക്കൾ നിയമനം കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ നേതാക്കൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞു. അതായത് ഈ പിരിച്ച പൈസ നേതാക്കൾക്ക് ഈ വിജയനും കൂട്ടരും കൊടുത്തു. അതോടുകൂടി ഈ നേതാക്കളെടുത്ത് നിയമനം നടക്കാത്തപ്പോൾ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ അവർ കൈമലർത്തി. അതോടുകൂടിയാണ് അർബൻ ബാങ്കിൽ നിന്ന് 65 ലക്ഷം രൂപയോളം സ്വന്തം നിലയ്ക്ക് കടമെടുത്ത് വിജയൻ ആ പൈസ തിരിച്ചു കൊടുത്തത്. അപ്പോൾ അതാർക്ക് വേണ്ടിയാണ്? പാർട്ടിക്ക് വേണ്ടിയാണ്. എന്താണ് വി.ഡി. സതീശൻ പറഞ്ഞത്? ഇത് എല്ലാം വ്യക്തികൾക്കെതിരെയുള്ള പരാതികളാണ്. അതായത് ഈ കുടുംബം ഈ ആത്മഹത്യാക്കുറിപ്പുമായി വി.ഡി. സതീശനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഇത് വ്യക്തികൾക്ക് എതിരെ ഉള്ളതാണ്, പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ലെന്ന്. എന്ത് നന്ദിയില്ലാത്ത പ്രതികരണമാണ് എന്ന് നമ്മളൊന്ന് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ ഒപ്പം ഞാനൊന്ന് പറയട്ടെ സുബീഷേ, ഈ പെരിയ കേസ്, TP കേസ്, ഇങ്ങനെയുള്ള കേസുകൾ, ഇങ്ങനെയുള്ള CPMന്റെ അതിസാധാരണ പ്രവർത്തകർ പോലും പ്രതിയായ കേസുകൾ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന കേസുകളിലെല്ലാം നമ്മൾ മാധ്യമങ്ങൾ എന്താണ് വാർത്ത കൊടുക്കുന്നത്? CPM നേതാക്കൾ പ്രവർത്തകരെ സംരക്ഷിച്ചു, അവർക്ക് നന്ദിയുണ്ട് എന്നാണ് ഈ ഒരു ഇതും മനസ്സിലാവും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ ആ വശം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം വരെ ഒരു പാർട്ടി CPMൽപ്പെട്ട നിൽക്കുന്നവരെ സംരക്ഷിക്കുന്നു. CPMൽപ്പെട്ട ഒരാൾ അറസ്റ്റിലാവുന്നു, ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അറസ്റ്റിലാവുന്നെങ്കിൽ ആ കുടുംബത്തെ ചിലപ്പോൾ CPM ഏറ്റെടുത്തേക്കും. അവരെ നോക്കും. ഇവിടെ എന്താണ് ഈ എൻ.എം. വിജയൻ്റെ കുടുംബം, മകനും ഭാര്യയും പറയുന്നത് എന്താണ്?
അതായത് ഈ ഒരു ആത്മഹത്യ ചെയ്തതിന് ശേഷം ഈ വിജയൻ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, DCC ട്രഷറർ എന്ന് പറയുന്നത് ചെറിയൊരു പോസ്റ്റ് അല്ല സുബീഷേ. തിരുവനന്തപുരത്ത് DCC ട്രഷറർ എന്ന് പറയുന്നത് ഒരു ചെറിയ പോസ്റ്റ് അല്ല, അല്ലെങ്കിൽ വയനാട്ടിൽ ഒരു DCC ട്രഷറർ പ്രസിഡന്റിന് തുല്യമായ ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിലിരുന്ന് ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് ഈ നേതാക്കൾ ആരും വിളിച്ചിട്ടില്ല. വയനാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ, വയനാട് കോൺഗ്രസിൻ്റെ കോട്ടയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിപ്പിച്ച സ്ഥലമാണ്. ഇവരാരെങ്കിലും ഒരാൾ ഒന്ന് വിളിച്ച് ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചോ? ഇല്ല. അവർ പറയുന്ന ആശ്വസിപ്പിച്ചില്ല. ആദ്യമായി അവരെ കാണാൻ ചെന്നത് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള KPCC ഉപസമിതി മാത്രമാണ്. എന്ത് നന്ദി, വീണ്ടും പറയണം, നന്ദിയില്ലാത്ത ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു എന്ന് സാധാരണ പ്രവർത്തകർ, ഞാൻ സംസാരിച്ച സാധാരണ പ്രവർത്തകർ പോലും വളരെയധികം മനോവിഷമത്തോടു കൂടി പറയുകയാണ്, ഇങ്ങനെയുള്ള പാർട്ടിയിൽ എങ്ങനെ പ്രവർത്തിക്കും? അൻഷാദ്, ഇവിടെ ജീവിച്ചിരുന്നപ്പോഴും പിന്നീട് മരിച്ചതിന് ശേഷവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ക്രൂരമായ അപമാനവും അവഹേളനവും നേരിടേണ്ടി വന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് ശ്രീ NM വിജയൻ. അദ്ദേഹത്തിൻ്റേത് ഒരു ദുരന്ത ജീവിതമായിരുന്നു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ അവർക്ക് എന്ന സംബോധനയോടുകൂടി അദ്ദേഹം എഴുതി വെച്ച ആ ആത്മഹത്യാക്കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സർ, എൻ്റെ പേര് NM വിജയൻ, നിലവിൽ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷററാണ്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തതിന് ശേഷം 1970 മുതൽ 10 വർഷം സുൽത്താൻ ബത്തേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും പഠിക്കുന്ന കാലത്ത് സജീവ KSU പ്രവർത്തകൻ, മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എൻ്റെ കോളേജ് സഹപാഠിയും, സുജനപാൽ ഗുരുവായൂരപ്പൻ കോളേജിൽ സഹപാഠി, 1980 മുതൽ ആദ്യത്തെ 92 സംഘടനാ തെരഞ്ഞെടുപ്പ് മുതൽ 2005 വരെ സുൽത്താൻ ബത്തേരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ്, 2006 മുതൽ വയനാട് DCC സെക്രട്ടറി, 2015 മുതൽ നിലവിൽ DCC ട്രഷറർ, 98-2000 വരെ സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റ്, 2000 മുതൽ 2005 വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് അങ്ങ് മന്ത്രിയായിരിക്കെ സുൽത്താൻ ബത്തേരി സന്ദർശിച്ചപ്പോൾ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കാതെ എൻ്റെ വീട്ടിലാണ് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചത്. K സുധാകരനെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ താങ്കൾക്ക് നേരിട്ടറിയാം. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് എനിക്ക് SI സെലക്ഷൻ കിട്ടിയിട്ട് അത് രഹസ്യമായി റദ്ദ് ചെയ്യിച്ച അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ ശ്രീ K കരുണാകരനെ കൊണ്ട് ഞാൻ അറിയാതെ എന്നെ ബത്തേരി മണ്ഡലം പ്രസിഡന്റായി നിലനിർത്തിച്ചത് KK രാമചന്ദ്രൻ മാസ്റ്റർ ആയിരുന്നു എന്നത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് തുടങ്ങിയത്. അരനൂറ്റാണ്ട് കാലമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ബലിയാടാക്കി, ഒടുവിൽ മകനെയും കൂട്ടി മരണത്തിന് കീഴടങ്ങി. അതിനുശേഷവും കോൺഗ്രസ് പാർട്ടി നിരന്തരം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അപമാനിച്ചു കൊണ്ടിരുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചതുപോലെ SI സെലക്ഷൻ കിട്ടിയതാണ് ശ്രീ NM വിജയന്. ഒരിക്കൽ അന്ന് ശ്രീ K കരുണാകരനായിരുന്നു ആഭ്യന്തരമന്ത്രി. KK രാമചന്ദ്രൻ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരം മണ്ഡലം പ്രസിഡന്റായി NM വിജയനെ നിലനിർത്താൻ വേണ്ടി മാത്രം ഈ SI സെലക്ഷൻ ലിസ്റ്റിൽ നിന്നും NM വിജയന്റെ പേര് ഒഴിവാക്കുകയാണ്. അങ്ങനെ ആ വിവരം അത്രത്തോളം നിർണായക പ്രവർത്തകനായിരുന്നു. അതെ, അത്രത്തോളം സജീവ പ്രവർത്തകനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ, മണ്ഡലത്തിന്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ. പിന്നീട് NM വിജയന്റെ, അപ്പോൾ നോക്കൂ, ഏറ്റവും പ്രധാനം ഒരു ജോലിയാണല്ലോ, സർക്കാർ സർവീസിലെ ഒരു ജോലി. ആ ജോലി പോലും പാർട്ടി പ്രവർത്തനം കൊണ്ട് നിരാകരിക്കപ്പെടുന്നു, നിഷേധിക്കപ്പെടുന്നു. NM വിജയന് രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തിന് മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു മകനുണ്ടാകുന്നു. ആ മകന് ബാങ്കിൽ പെർ ഡേ പ്രതിദിനം 200 രൂപ നിരക്കിൽ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുന്നു. അവിടെ PTSൽ ഒഴിവ് വരുമ്പോൾ സ്ഥിര ജോലി നൽകാം എന്നായിരുന്നു IC ബാലകൃഷ്ണന്റെ വാഗ്ദാനം. അന്ന് IC ബാലകൃഷ്ണൻ DCCയുടെ പ്രസിഡന്റാണ്. ഈ ഉറപ്പ് NM വിജയൻ വിശ്വസിക്കുകയാണ്. പക്ഷേ അവസാന നിമിഷം ആണറിയുന്നത് മറ്റൊരാൾക്ക് വേണ്ടി IC ബാലകൃഷ്ണൻ അവിടെ ശുപാർശ നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു. ബാങ്കിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 7 വർഷം ഇപ്രകാരം പ്രതിദിന വേതനം കൈപ്പറ്റി ജോലി ചെയ്തിരുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനെ ഒഴിവാക്കുകയാണ് ബാങ്ക്. അത്തരം ക്രൂരമായ നടപടിക്കും പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ തനിക്കും തൻ്റെ മകനും വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. താങ്കൾ അങ്ങിടപെട്ട് ആ തെറ്റ് ഞാൻ മരിച്ചാലെങ്കിലും തിരുത്തുമല്ലോ എന്ന വിനീതമായ അപേക്ഷയോടുകൂടിയാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് NM വിജയൻ അവസാനിപ്പിക്കുന്നത്. നോക്കൂ, ഇതറിയില്ല എന്ന് എങ്ങനെയാണ് KPCC പ്രസിഡന്റിനും VD സതീശനും പറയാൻ സാധിക്കുക? VD സതീശൻ പറഞ്ഞത് മക്കൾ വന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മരിച്ചതിന് ശേഷവും ക്രൂരമായ രീതിയിൽ അപമാനിക്കപ്പെട്ടു എന്ന്.
ഏറ്റവും ആദ്യം KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് എന്താണ്? എന്തോ ഒന്ന് വീട്ടിൽ വന്ന് കിടക്കുന്നുണ്ട് കത്ത്, ഞാനത് വായിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ആ പച്ചക്കള്ളം ഇന്നലെ കെ സുധാകരന്റെ അതെ, കെ സുധാകരൻ ഇന്നലെ പറഞ്ഞു, ഞാൻ അന്നേ തന്നെ IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, തൂങ്ങുന്ന കേസാണ്, എല്ലാവരും കൂടി തൂങ്ങും എന്ന്. അപ്പോൾ അൻഷാദെ, നേരത്തെ തന്നെ കെ സുധാകരന് എന്താണ് അവിടെ നടന്ന തട്ടിപ്പ്, എന്താണ് ഈ നിയമന കോഴ എന്നതിൻ്റെ മുഴുവൻ വിവരങ്ങളും കെ സുധാകരൻ അറിയാമായിരുന്നു. എന്തോ എല്ലാവരും കൂടി തൂങ്ങേണ്ട ഒരു കോഴക്കേസ് വയനാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഈ പരാമർശത്തിൽ നിന്ന് വ്യക്തമാണല്ലോ. കെ സുധാകരൻ പറഞ്ഞത് അന്നേ ഞാൻ IC ബാലകൃഷ്ണന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അത് രമ്യമായി പരിഹരിച്ചോളൂ, എല്ലാവരും കൂടി തൂങ്ങാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും തൂങ്ങാൻ പര്യാപ്തമായ ഒരു അഴിമതി കേസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കെ സുധാകരനും അറിയാമായിരുന്നു, പാർട്ടി നേതൃത്വത്തിനും അറിയാമായിരുന്നു. ഇവിടെ NM വിജയൻ ആരാണ്? DCCയുടെ ട്രഷററാണ്. ഈ ബാങ്കിൻ്റെ ഭരണസമിതി അന്ന് BJP ആയിരുന്നല്ലോ. BJPയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. BJPയുടെ ഭരണസമിതി അട്ടിമറിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർക്ക് നൽകുകയാണ്. അങ്ങനെയാണ് ഈ ഭരണസമിതി അട്ടിമറിക്കുന്നത്. എന്നിട്ട് 22 പോസ്റ്റാണ്. അപ്പോൾ ഈ 22 പോസ്റ്റിലേക്കും നിയമനത്തിന് വേണ്ട മുഴുവൻ രേഖകളും തയ്യാറാക്കി വെച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ബാങ്ക് ഭരണസമിതി ഇലക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇലക്ഷൻ കഴിയുന്നു, കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുന്നു. ഈ 22 പോസ്റ്റിലേക്കും ആളുണ്ട്, 22 പോസ്റ്റിലേക്കും നിയമനത്തിന് വേണ്ട കാശും വാങ്ങി വെച്ചിട്ടുണ്ട്, കോഴ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ ഈ ബാങ്കിൻ്റെ പ്രവർത്തന മേഖല 3ആയി വിഭജിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് അനുകൂലമായ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ബാങ്കിൻ്റെ പ്രവർത്തന മേഖലയെ 3ആക്കി വിഭജിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഭരണസമിതി ഇലക്ഷനിലേക്ക് പോകുന്നത്. ഇതിനെ BJP ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. ഹൈക്കോർട്ട് ഇത് റദ്ദാക്കുകയാണ്. എന്നിട്ട് ഡയറക്റ്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ്. ഈ ഇലക്ഷനിൽ കോൺഗ്രസ് തോൽക്കുന്നു, BJP വീണ്ടും അധികാരത്തിൽ വരുന്നു. ഇതാണ് അതിലേക്ക് സംഭവിക്കുന്നത്. അപ്പോൾ 22 പേരിൽ നിന്ന് പണം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്യാൻ പറ്റാതായി, ഇവർക്ക് ജോലി കൊടുക്കാൻ പറ്റാതായി. കാരണം അപ്പോഴേക്കും ഹൈക്കോടതി ഇടപെട്ടു, ഡയറക്റ്റ് ഇലക്ഷൻ വന്നു, BJP ഭരണസമിതി അധികാരത്തിൽ വന്നു. BJP വന്നപ്പോൾ എന്താ, BJPക്ക് അവർക്ക് അവരുടെ താല്പര്യക്കാരെ 22 പോസ്റ്റിലേക്ക് നിയമിച്ചു. അപ്പൊ കോൺഗ്രസ് പാർട്ടി ഇവരിൽ നിന്നും പണം വാങ്ങിയ ആൾക്കാരെ പറയുന്നുണ്ട്. KK ഗോപിനാഥൻ മാസ്റ്ററും ND അപ്പച്ചനും പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ നിയമനത്തിന് വേണ്ടി ചാക്കോ എന്നയാളിൽ നിന്നും DCC ട്രഷററായിട്ടുള്ള NM വിജയൻ വാങ്ങുന്നു. വിജയനാണ്, NM വിജയനാണ് പണം വാങ്ങുന്നത്. പക്ഷെ പറയുന്നത് KK ഗോപിനാഥൻ മാസ്റ്ററും ND അപ്പച്ചനും പറഞ്ഞിട്ടാണ് DCC ട്രഷറർ എന്ന നിലയ്ക്ക് പാർട്ടിയിലേക്കുള്ള സംഭാവന എന്ന രീതിയിലാണ് 10 ലക്ഷം രൂപ വാങ്ങുന്നത്. ഇത് ഈ നിയമനം കിട്ടുന്നില്ല. അങ്ങനെ ചാക്കോ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ആരെയാണ് ചോദ്യം ചെയ്യുന്നത്? NM വിജയനാണ് ചോദ്യം ചെയ്യുന്നത്. NM വിജയൻ ഗോപിനാഥൻ മാസ്റ്ററെ കാണുന്നു, അപ്പച്ചനെ കാണുന്നു, അവർ കൈമലർത്തുന്നു. അവസാനം എന്ത് ചെയ്യുന്നു? ഈ ചെക്കും 8 സെന്റ് സ്ഥലത്തിന്റെ പണയാധാരവും ഈ ചാക്കോ എന്ന് പറയുന്ന ആൾക്ക് NM വിജയനാണ് നൽകുന്നത്. ഇത് ഈ ചാക്കോ ഉടൻ തന്നെ കോടതി പോകുന്നു. ഇപ്പൊ ഈ സ്ഥലം 8 സെന്റ് സ്ഥലം വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് അറ്റാച്ച് ചെയ്യുന്നു. മറ്റൊരാൾ കണിച്ചിറ സ്വദേശി രാധാകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന ആളിൽ നിന്നും ഇതേപോലെ KK ഗോപിനാഥൻ മാസ്റ്ററുടെ വാക്ക് വിശ്വസിച്ച് 15 ലക്ഷം രൂപയാണ് നിയമനത്തിന് വേണ്ടിയിട്ട് DCC ട്രഷറർ പോസ്റ്റിൽ ഉണ്ടായിരുന്ന NM വിജയൻ വാങ്ങുന്നത്. അതും ഇതുപോലെ തന്നെ NM വിജയൻ ലോൺ എടുത്ത് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി വിശ്വസിച്ചത് 32 ലക്ഷം രൂപ ചെലവായി എന്ന് നേരത്തെ അൻഷാദ് പറഞ്ഞല്ലോ. ഈ 32 ലക്ഷം രൂപ ചെലവായത് നേരത്തെ ഈ ബാങ്കിൻ്റെ BJP-കാരനായിട്ടുള്ള ഭരണസമിതി അംഗത്തിന് കോഴയായി കൊടുത്ത 10 ലക്ഷം രൂപ, പിന്നെ ഈ ബാങ്കിൻ്റെ പ്രവർത്തന മേഖല 3ആക്കി വിഭജിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനു വേണ്ടി വന്ന ചെലവ്, ഇലക്ഷൻ കാലത്ത് കോൺഗ്രസ് പാർട്ടി വഹിച്ച ചെലവ്, ഇതെല്ലാം കൂടിയാണ് 32 ലക്ഷം രൂപ. ഈ 32 ലക്ഷം രൂപ 22 പോസ്റ്റുകളിലേക്ക് കിട്ടുന്ന കോഴപ്പണം കൊണ്ട് ഈസിയായിട്ട് ഡീൽ ചെയ്യാം എന്നാണ് പാർട്ടി വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. കാരണം BJP ആണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഈ 32 ലക്ഷം രൂപ DCC ട്രഷറർ എവിടെ നിന്ന് എടുത്തു വയ്ക്കും? ഇത് ചോദിച്ചപ്പോൾ അപ്പച്ചൻ അടക്കമുള്ള ടീം എല്ലാം കൈമലർത്തി. അപ്പോഴാണ് ഈ തൻ്റെ വീടും സ്ഥലവും ഒക്കെ അർബൻ ബാങ്കിൽ കൊണ്ട് 65 ലക്ഷം രൂപയ്ക്ക് വെച്ചിട്ട് ഇത് തീർക്കേണ്ടി വന്നത്. ഈ 65 ലക്ഷം രൂപയുടെ കടക്കാരനായിട്ട് അലഞ്ഞ സാഹചര്യത്തിലാണ്. മാത്രമല്ല സ്വന്തം പേരിലുള്ള വസ്തുക്കൾ വിൽക്കാനാവാത്ത രീതിയിൽ അത് അറ്റാച്ച് ചെയ്യപ്പെട്ടു. അതിനും അപ്പോഴൊന്നും ഇത് സെറ്റ് ചെയ്യാൻ ആർക്കും പറ്റിയില്ല. ഇത് അഴിമതിയുടെ ഒരു സൈഡ്. സുബീഷ്, ഇത് അഴിമതിയുടെ ഒരു സൈഡാണെങ്കിൽ ഈ നേതാക്കൾ ഈ
വിജയന്റെ മരണത്തിന് ശേഷം പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കൂ. അല്ല, അതായത് സുധാകരൻ പറഞ്ഞത് അന്തോ കുന്തോ ഇല്ലാന്ന് പറയുന്നുണ്ടല്ലോ. ഇതിപ്പോ സെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇവർ ഈ ഡീല് സെറ്റ് ചെയ്യുന്നത്? കാരണം NM വിജയൻ മരിച്ചു, NM വിജയനെ ഒരു മരണശേഷവും ഇതൊരു ഇഷ്യൂ ആവില്ല എന്നാണ് ഇവർ കരുതിയത്. ഇപ്പോ മൊത്തം തൂങ്ങും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ മാത്രമാണ് KPCC ഒരു സമിതിയെ അങ്ങോട്ട് അയക്കുന്നതും കുടുംബത്തിന്റെ ബാധ്യത മുഴുവൻ തീർത്തുകൊള്ളാം എന്നൊരു സെറ്റിൽമെന്റിലേക്ക് എത്തുന്നതും. തിരുവഞ്ചൂർ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ബൈറ്റ്, കുടുംബത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ഇതാ തീർന്നിരിക്കുന്നു, എല്ലാ ബാധ്യതകളും തീർക്കാമെന്ന് KPCC ഉറപ്പ് നൽകിയിരിക്കുന്നു, പാർട്ടിയിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് കുടുംബവും പ്രതികരിച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഹൈഡ് ചെയ്തിരിക്കുന്ന ഈ നിയമന കോഴയുണ്ടല്ലോ, ഇതവിടെ നിൽക്കുകയാണ്. ഇതാണ് കേസ്. ആ കേസാണ് ഇപ്പോൾ 2 FIR പോലീസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ KPCCയോ സുധാകരനോ വിചാരിച്ച പോലെ എല്ലാം സെറ്റിൽ ചെയ്തു, എല്ലാ ബാധ്യതയും ഇനി KPCC തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തീർക്കാവുന്ന ഒരു കേസല്ല. ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങി ബാങ്കിൽ നിയമനം നടത്താം എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാശ് വാങ്ങി പുട്ടടിച്ച ഒരു കേസാണ് ഇത്. ഈ കേസ് അങ്ങനെ തീർക്കേണ്ട ഒന്നല്ല, അങ്ങനെ സെറ്റിൽ ചെയ്യേണ്ട ഒന്നല്ല. മരണശേഷവും കോൺഗ്രസ് പാർട്ടി NM വിജയന്റെ കുടുംബത്തോട് കാണിച്ച ഈ വഞ്ചനയുണ്ടല്ലോ, കൊടും ചതിയുണ്ടല്ലോ, അത് ചതിയായി തന്നെ തുടരേണ്ടതായിരുന്നു. പക്ഷേ ഇതൊരു ഇഷ്യൂവിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ KPCC സമിതി അങ്ങോട്ട് പോയത്. സുബീഷ് പറഞ്ഞു തീർന്നെങ്കിൽ, അതായത് സുബീഷെ, ഇപ്പോൾ ഇവർ പറയുന്നു ഇത് സെറ്റിൽ ചെയ്തു, എല്ലാ ബാധ്യതയും KPCC ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു. നമുക്ക് ഓർമ്മയുണ്ടോ 1000 വീടുകൾ വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് KPCC 100 വീട് പോലും വെച്ച് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള KPCC ഇത് സെറ്റിൽ ചെയ്യും, പാർട്ടിയിൽ വിശ്വാസമുണ്ട് എന്ന് NM വിജയൻ്റെ കുടുംബം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് KPCCയെ കൊണ്ട് സെറ്റിൽ ചെയ്യാൻ ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായതുകൊണ്ട് ഒക്കെ വേറെ എവിടെന്നെങ്കിലുമൊക്കെ പണം സംഘടിപ്പിച്ച് സെറ്റിൽ ചെയ്യുമായിരിക്കാം. പക്ഷെ അപ്പോഴും സുബീഷ് പറഞ്ഞ വിഷയം വളരെ ഗുരുതരമായ വിഷയം, അതായത് നിയമന കോഴ. നമുക്കറിയാം കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ടും ഒപ്പം ഇതുപോലുള്ള ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ നിയമന കോഴ CPM-നെതിരെ വന്നപ്പോൾ എന്താണ് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ പറഞ്ഞത്? ഉറഞ്ഞു തുള്ളുകയായിരുന്നു. ഇവിടെ ഉറഞ്ഞു തുള്ളിയ കോൺഗ്രസ് ആ കുടുംബത്തോടാണ്. ഇന്നലെ പോലും സുധാകരൻ എന്താണ് അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്തൊക്കെയോ പറയുന്നുവെന്നാണ്. നോക്കൂ, 2 മനുഷ്യർ മരിച്ചു കിടക്കുന്ന കുടുംബത്തോടാണ് പറയുന്നത് അന്തവും കുന്തവും. അതായത് സുബീഷേ, അങ്ങനെ KPCC പ്രസിഡന്റ് എന്താണ് ആദ്യം പറഞ്ഞത്? നമുക്ക് ഈ നേതാക്കളുടെ പരാമർശങ്ങളൊന്ന് വെറുതെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഇവർ കിടന്ന് പൊട്ടം കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആദ്യം സുധാകരൻ പറഞ്ഞു താൻ കത്ത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു കത്ത് കണ്ടിട്ടുണ്ട്, തൂങ്ങുമ്പോൾ ഒരുമിച്ച് തൂങ്ങുന്ന നേതാക്കൾക്ക്, അതായത് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും KK ഗോപിനാഥിനും മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറയുന്നു. ഇതിലേതാണ് ശരി? അപ്പോൾ സുധാകരൻ ആദ്യം പറഞ്ഞത് കള്ളം. അത് കഴിഞ്ഞ് അവസാനം പറഞ്ഞത് എന്താ? കുടുംബത്തിന് അന്തവും കുന്തവും ഇല്ല എന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത്? IC ബാലകൃഷ്ണൻ സത്യസന്ധനായ നേതാവാണ്, ഇതിന് പിന്നെ അതെ IC ബാലകൃഷ്ണൻ സത്യസന്ധനായ നേതാവാണ്, പിന്നെ ആത്മഹത്യക്കുറിപ്പാണോ എന്ന് സംശയമാണെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. എനിക്ക് അതിക്രൂരമായി തോന്നിയത് VD സതീശൻ്റെ പരാമർശം. ആ കുടുംബം ഭീഷണിപ്പെടുത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം അച്ഛൻ, ഒപ്പം മാനസികമായി അസ്വസ്ഥതയുള്ള. അതിന്റെ പ്രശ്നം എത്രയേ ഉള്ളൂ. IC ബാലകൃഷ്ണനൊപ്പം ഇപ്പൊ നിന്നില്ലെങ്കിൽ, അപ്പച്ചനൊപ്പം ഇപ്പൊ നിന്നില്ലെങ്കിൽ ഈ നിയമന കോഴ കേസിന്റെ മുഴുവൻ കാര്യങ്ങളും, അതായത് ഈ പണം നേതാക്കന്മാർക്ക് ഉന്നതന്മാരെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ്. അതായത് ഒന്ന് നോക്കൂ, VD സതീശൻ പറഞ്ഞത് അവർക്ക് മറ്റെന്തെങ്കിലും താല്പര്യം ഉണ്ടാകാം. എന്നിട്ട് ഈ കുടുംബം കൊണ്ടുപോയി കത്ത് കൊടുത്തപ്പോൾ കത്തൊന്ന് തുറന്നു നോക്കി, എന്നിട്ട് അവിടെ അങ്ങ് വെച്ചു. വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്ന് ആ കുടുംബം. ആ കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. 50 വർഷം സ്വന്തം അച്ഛൻ വിശ്വസിച്ച് സ്വന്തം അച്ഛൻ്റെ ജീവനും ശ്വാസവുമായിരുന്ന പാർട്ടിയുടെ നേതാക്കളാണ് ഈ കാണിക്കുന്ന അവഗണന, നന്ദിയില്ലായ്മ. അപ്പോൾ എന്നിട്ട് പറഞ്ഞത് എന്താണ്? ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തികളെക്കുറിച്ചാണ്, പാർട്ടിക്ക് അതിൽ ബന്ധമില്ലാന്ന്. അപ്പോൾ IC ബാലകൃഷ്ണൻ ആരായിരുന്നു? DCC പ്രസിഡന്റ് ആയിരുന്നു. ND അപ്പച്ചൻ ഇപ്പോഴാരാണ്? DCC പ്രസിഡന്റാണ്. അപ്പോൾ ഈ പാർട്ടി എന്ന് പറയുന്നത് വ്യക്തികൾ ചേരുന്നതാണല്ലോ. അങ്ങനെയാണ് എങ്കിൽ CPM-നെതിരെ വന്ന ആരോപണങ്ങളിലെല്ലാം വ്യക്തികളില്ലേ? ഇവർ ഈ പറയുന്ന ന്യായമാണെങ്കിൽ ഇതെല്ലാം നേതാക്കന്മാരെല്ലാം വ്യക്തികളാണല്ലോ. ആ വ്യക്തികൾ ചെയ്ത അഴിമതിയാണെന്ന് പറയണ്ടേ? എന്നിട്ട് നോക്ക്, ഭീഷണിയുടെ സ്വരത്തിൽ കുടുംബം സംസാരിച്ചു, ഇതൊന്നും വിലപ്പോയില്ലെന്ന്. 2 പേര് നഷ്ടപ്പെട്ടിരിക്കുന്ന കുടുംബം സംസാരിച്ചതിൽ ഭീഷണി കാണുന്ന VD സതീശൻ്റെ മാനസികാവസ്ഥയെ ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. സത്യത്തിൽ നന്ദിയില്ലായ്മയാണ്. അതായത് ഞാൻ ഈ കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇവർ ഈ നന്ദിയില്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു. നേതാക്കൾ കോക്കസ് കളിക്കുന്നു. നേതാക്കൾക്ക് ഭാഗത്ത് സംഭവിക്കുന്ന, അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളുടെ, നാം അടക്കമുള്ള മാധ്യമങ്ങളുടെ ഭാഗത്ത് സംഭവിക്കുന്ന വല്ലാത്തൊരു നീതികേട് കൂടിയുണ്ട്. അതുകൂടി പറയേണ്ടതുണ്ട് ഈ ചർച്ചയിൽ. കാരണം ഇപ്പോൾ CPM ആണ്
ഇങ്ങനെ CPM-ന്റെ ഭാഗത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ അതാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. കരുവന്നൂർ എങ്ങനെയാണ് മാധ്യമങ്ങളും പൊതുസമൂഹവും കൈകാര്യം ചെയ്ത രീതി എന്ന് നമുക്കറിയാം. ഇപ്പോ നമ്മൾ നേരത്തെ അതെ അന്തവും കുന്തവും ഇല്ലാതെ കുടുംബം എന്തൊക്കെയോ പറയുന്നുവെന്ന് സുധാകരൻ പറഞ്ഞപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസിൽ അത് അവസാനിച്ചു. ആർക്കും ഒരു പ്രതിഷേധവുമില്ല. അത് പറഞ്ഞു, ആ മണിക്കൂറിൽ അത് വിഴുങ്ങി, അത്രമാത്രം. അങ്ങനെ ഒരു പരാമർശം ഇപ്പോൾ വിജയരാഘവന്റെ ഭാഗത്തു നിന്നോ MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നോ ആണ് ഉണ്ടായതെങ്കിൽ കേരളം ഇപ്പോൾ കത്തുമായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഇത്തരം ഈ ബാങ്ക് നിയമന തട്ടിപ്പ് അതൊരു ചെറിയ കാര്യമല്ല. കരുവന്നൂരിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ക്രൂര കൃത്യം, മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തി ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കുടുംബത്തെ പോയി കണ്ട് ബാധ്യതകളൊക്കെ തങ്ങൾ തീർത്തുകൊള്ളാം എന്ന് KPCC ഉറപ്പ് നൽകിയാൽ തീരുന്നതല്ല ഈ നിയമന കോഴക്കേസ്. 2 FIR ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ 2 FIR-ൽ കൃത്യവും വേഗത്തിലുള്ള ഇതിനൊപ്പം പറയട്ടെ, ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് സത്യത്തിൽ പ്രവർത്തകർക്ക് സുരക്ഷിതത്വം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ കോൺഗ്രസിൻ്റെ അകത്ത് കോൺഗ്രസ് നേതാക്കൾ നെഹ്റുവിൻ്റെ പാർട്ടിയാണ്. അല്പമെങ്കിലും ഒന്ന് ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനം, പണം വാങ്ങിച്ചു, ശരി സമ്മതിച്ചു, പണം പ്രവർത്തനത്തിന് വേണ്ടി പണം വാങ്ങിച്ചു അല്ലെങ്കിൽ കൈപ്പറ്റി, ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി പണം കൈപ്പറ്റി. പക്ഷേ ആ പണം വാങ്ങിയ ഒരു പാവപ്പെട്ടവനുണ്ടല്ലോ, അതായത് ഇവർ ഇടനിലക്കാരനാക്കി ആ പണം വാങ്ങിച്ചെടുത്ത ആ പാവപ്പെട്ടവനെയും കൂടി ഒന്ന് സംരക്ഷിക്കാമായിരുന്നു. ആ ഒരു ധാർമ്മികത, പരസ്പരം വിശ്വാസം, അതായത് നേതാക്കൾക്ക് വലിയ ആൾക്കാരാവാൻ വേണ്ടി പ്രവർത്തകരെ ചവിട്ടി മതിക്കുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ വന്ന VD സതീശനും സുധാകരനെയും പോലുള്ള നേതാക്കളെ ഒന്ന് പരിശോധിച്ചു. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന നേതാക്കൾ. എന്തുകൊണ്ടാണ് കരുണാകരനെ എല്ലാവരും ലീഡർ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് ഈ സമയത്ത് പ്രസക്തമാണെന്ന് തോന്നുന്നു. അദ്ദേഹം കൂടെ നിന്ന പ്രവർത്തകരെ എത്രമാത്രം ചതിച്ചിട്ടും കൂടെ നിന്ന പ്രവർത്തകരെ അദ്ദേഹം സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് ഉള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ വെറുതെ ഒന്ന് കരുണാകരൻ്റെ ആത്മകഥയോ അല്ലെങ്കിൽ കരുണാകരൻ്റെ രീതികളോ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമാണ് എനിക്കിതിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും തൂങ്ങുമെന്ന് IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്ക് അന്ന് സുധാകരൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് സുധാകരൻ പറയുമ്പോൾ ഇതിനകത്തുള്ള നിയമന കോഴക്കേസിൻ്റെ ആഴവും വ്യാപ്തിയും ഏവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും VD സതീശനെയും TN പ്രതാപനെയും അടക്കമുള്ള ഒരു സംഘത്തെ വീട്ടിൽ പറഞ്ഞു വിട്ട് കുടുംബത്തെ പോയി കണ്ട് ബാധ്യതകളെല്ലാം തങ്ങൾ തീർത്തുകൊള്ളാം എന്ന് KPCC പറയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്തു, കുടുംബത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറിയെന്ന് തിരുവഞ്ചൂർ അവകാശപ്പെടുമ്പോൾ അവിടെ ബുദ്ധിപൂർവ്വം മറയ്ക്കപ്പെടുന്ന ഒരു കോഴക്കേസിൻ്റെ നാറ്റം അനുഭവപ്പെടുന്നുണ്ട്. അത് പുറത്തു വന്നേ പറ്റൂ. 2 FIR എന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ 2 FIR-ൽ കൃത്യവും വേഗത്തിലുള്ളതുമായ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്രകാരം മാത്രമേ ഈ വിഷയത്തിൽ ഇപ്പോൾ NM വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീതി കിട്ടുകയുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.